വൈജിയെ പോയി അലീന ഒന്ന് പേടിപ്പിച്ചെങ്കിൽ പോലും വൈജിക്ക് യാതൊരു കുലുക്കവും ഇല്ലാട്ടോ. ശങ്കരൻ പിന്നെ തെങ്ങേല് എന്ന് പറഞ്ഞ അവസ്ഥയാണ് വൈജിക്ക്. കടപ്പാട്ടൂർ ബാലേന്ദ്രൻ വരുന്നതിന് മുന്നേ തന്നെ അവളെ കയറി പറ്റാൻ വേണ്ടിയാണ് വൈജയും ആങ്ങളമാരും തീരുമാനിക്കുന്നത് കേട്ടോ. അങ്ങനെ വൈജ കെട്ടും പാണ്ടും എല്ലാം പറക്കിക്കൊണ്ട് നേരെ കടപ്പാട്ടൂരേക്ക് പോകണുണ്ട്. അവളെ എങ്ങനെയും ചത്താ മതിയായിരുന്നെന്ന് വരെ അലീനയെ കുറിച്ച് വൈജ പറഞ്ഞത് നമ്മൾ കണ്ടായിരുന്നല്ലോ. മുത്തശ്ശി അതിന് അവളെ വഴക്ക് പറയുന്നു കേട്ടോ. അങ്ങനെ നേരെ വൈജ ആ വീട്ടിലേക്ക് കയറി ചെല്ലാണ്. നെടുമ്പുരക്കലെ വീട്ടിലേക്ക് അവിടെ ചെല്ലുമ്പം തൻ്റെ 3 മക്കളും ആകെപ്പാടെ കരഞ്ഞ് മുഖമെല്ലാം ഡള്ളായി വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമായിരിക്കും. 3 പേരും വൈജയെ കണ്ടിട്ട് ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോഴേക്കും വൈജി ചോദിക്കാണ്, നിന്നെയൊക്കെ പ്രസവിച്ചത് ഞാൻ തന്നെയല്ലേ, എന്നിട്ട് ആർക്കെങ്കിലും ഒരു മൈൻഡ് ഉണ്ടോ നോക്കിക്കേ എന്ന് പറയാണ്. എന്താണ് നിന്റെ കാര്യങ്ങളും ചത്തോ, നിന്റെ തള്ള ചത്തോ, നീയൊക്കെ ഇങ്ങനെ നിൽക്കാൻ എന്ന് ചോദിക്കുമ്പം അമ്മ എന്തിനാ വന്നുടനെ വഴക്കുണ്ടാക്കുന്നത് എന്ന് ചോദിക്കാണ്. ഞങ്ങളുടെ കാര്യം നോക്കി ഇവിടെ ഇരിക്കുകയല്ലേ, അമ്മയ്ക്ക് അമ്മയുടെ കാര്യം നോക്കി നിന്നാൽ പോരെ എന്ന് പറയുമ്പോൾ ഞാൻ വേറെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് കയറിയതാ, അമ്മയെന്നും പറഞ്ഞ് സന്തോഷത്തിൽ വരുന്ന കരുതിയപ്പോൾ 3 കൂടെ നിൽക്കുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ലഗേജുമൊക്കെ ആയിട്ട് അകത്തെ മുറിയിലേക്ക് കയറിപ്പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസം അടിയും ബഹളവും വഴക്കുമൊക്കെ മുറുകിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു സമാധാനം ഇല്ലാതെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം മനു ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. കൃഷ്ണമ്മളോട് ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാണ്. ഒരു രക്ഷയില്ല മനുവേട്ട, എന്നും അടി ബഹളം വഴക്കും തന്നെ, ഒരു സമാധാനമില്ല. അലീന ചേച്ചി ഇവിടുന്ന് വരുന്നതിന് മുന്നേ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. അച്ഛന് ദിവസമെങ്കിലും സമാധാനം ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ അച്ഛൻ അതൊന്നും തിരികെ പറയില്ലായിരുന്നു. അമ്മ എന്ത് പറഞ്ഞാലും അച്ഛൻ അനുസരിക്കായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനല്ലല്ലോ, അച്ഛൻ തിരികെ പറയും, ഒന്നിനും വിട്ടുകൊടുക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഭയങ്കര കലഹ. പിന്നെ എന്നോടും രോഹിയേട്ടനോടും ചേച്ചിയോടും എല്ലാവരോടും ഭയങ്കര ബഹള എന്ന് പറയുന്നുണ്ട്. എന്തിന് ദേ പുതിയൊരു സെർവൻറ്റ് വന്നില്ലേ, അവരോട് പോലും വെറുതെ കിടന്ന് ഒച്ചപ്പാട് ബഹളമൊക്കെ ഉണ്ടാക്കുക, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് മനുവേട്ടനോട് പറയുന്നുണ്ട് കേട്ടോ. രോഹി പറയാണ്, അമ്മ എന്താ ഇങ്ങനായിപ്പോയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളൊക്കെ കുറെ ട്രൈ ചെയ്ത് നോക്കി, അമ്മയോട് അടുക്കാനൊക്കെ എവിടുന്ന് ഒരു രക്ഷയില്ല. ആയില ചേച്ചി പഠിപ്പിച്ച പാഠമാണെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളിപ്പോൾ ജോലി ചെയ്യാൻ പോലും സമ്മതിക്കില്ല. 3 പേരും ഒരുമിച്ചിരുന്ന് വർത്താനം പറയുമ്പോൾ പഠിക്കാനൊന്നും ഇല്ലേന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഓടിച്ചു വിടും. ഭവിത ഞാനും കൂടെ ഒരു മുറിയിൽ നിന്ന് സംസാരിച്ചതിന് വരെ അമ്മ അനാവശ്യം പറഞ്ഞു. അതിൻ്റെ പേരിൽ അമ്മയും ഞാനും ഭവിതയൊക്കെ ആയിട്ട് നല്ല ഉടക്ക വരെ ഉണ്ടായി. ഓരോ ദിവസം അമ്മ ഓരോ പുതിയ പുതിയ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഇരുന്നുകൊണ്ട് എന്തൊക്കെ അമ്മ ചെയ്യുന്നറിയോ എന്നൊക്കെ പറയുമ്പോൾ സാരമില്ല, എന്താണേലും അലീനയെ കൊണ്ട് ആൻറ്റിയെ വിളിപ്പിക്കാം. അലീന ചേച്ചിയെ കൊണ്ടോ എന്തിന്? ചേച്ചി വിളിച്ച 1.5 പ്രഷർ കയറിയുള്ളൂ. അമ്മ പിന്നെ അതിൻ്റെ പേരിലായിരിക്കും പ്രശ്നം. ആ ചേച്ചി അവിടെ കാണാൻ സമാധാനമായിട്ട് ജീവിച്ചോട്ടെ, എന്തിനാ മനുവേട്ട ഇവിടുത്തെ കാര്യമൊക്കെ പറഞ്ഞ് അതിനെക്കൂടി വിഷമിപ്പിക്കുന്നേ എന്ന് ചോദിക്കാണ്. ബബിത പറയുന്നുണ്ട്, അയന ചേച്ചി വന്ന് ഇത്രയും നാളുകൊണ്ട് എല്ലാം നേരെയാക്കി എടുത്തതാ. എൻ്റെ സ്വഭാവം രോഹിയുടെ സ്വഭാവമൊക്കെ മോശമായിരുന്നെന്ന് മനുവേട്ടന് അറിയാലോ. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചേച്ചിയാ മുന്നേ നിന്ന് എല്ലാം നടത്തിയത്, എല്ലാം ഒന്ന് നേരെയാക്കി കൊണ്ടുവന്നത്. പാഴായി പോകാൻ പോയി ഞങ്ങളുടെ ജീവിതമെല്ലാം പിടിച്ച് കരകയറ്റത് ചേച്ചിയാ. എല്ലാം ഒരു കരക്കടുപ്പിച്ചിട്ട് പാവം പോയപ്പോൾ അതിലപ്പുറമായി ഇവിടെ അമ്മ വന്ന് എല്ലാം കുളം തോണ്ടി ഞങ്ങളുടെ ടൈം ടേബിളും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അമ്മ നശിപ്പിച്ചു. ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കുന്ന പോലും ഇപ്പം അമ്മയ്ക്ക് ഇഷ്ടമില്ല. അച്ഛനെയും കൂട്ടി ഞങ്ങൾ വൈകിട്ട് എല്ലാ ദിവസവും സംസാരിക്കണമെന്ന് ചേച്ചി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ എല്ലാ ദിവസത്തെയും വിശേഷങ്ങളും കാര്യങ്ങളും ഞങ്ങൾ അച്ഛനോട് പറഞ്ഞുകൊണ്ടിരുന്നതാ. ഇപ്പം അതിന് പോലും സമ്മതിക്കാത്ത അവസ്ഥയായി. അച്ഛൻ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. അത് പിന്നെ വേറൊന്നുമല്ല രോഹി, പോകാൻ നേരം അലീന വാക്ക് പറഞ്ഞിട്ടാണ് പോയത്. അമ്മയുമായിട്ട് അടിയൊന്നും ഉണ്ടാക്കരുത്, അമ്മ എന്ത് പറഞ്ഞാലും തിരിച്ച് അടിയുണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞ് അവള് മംഗലിനോട് സത്യം മേടിച്ചിട്ടാണ് പോയത്. അതുകൊണ്ടാണെന്ന് ഇവർ പറയാണ്. അങ്ങനെ വൈജ മുറിയിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട്. ആഹാ നീയോ, നീ എപ്പോൾ വന്നു? ഞാൻ കുറച്ചു നേരം ആൻറ്റി വന്നിട്ട് എന്ന് പറയുന്നുണ്ട്. അല്ല അത്താഴം റെഡിയായില്ലേ എന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് നോക്കി വൈജ ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പം റെഡിയായി മേഡം എന്ന് അകത്തുനിന്ന് പറയാണ്. അങ്ങനെ ആ സ്ത്രീ ഫുഡൊക്കെ കൊണ്ടുവന്ന് ഹാളിലേക്ക് വിളമ്പി വെക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചപ്പാത്തിയും വൈജ പറഞ്ഞതുപോലെ ചിക്കൻ കറിയും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സമയം ദോശയും ചമ്മന്തിയും ഉണ്ടാക്കി കണ്ടിട്ട് വൈജ ചോദിക്കുകയാണ്, ഇതിപ്പോൾ ആർക്കാ ദോശ എന്ന് പറയുമ്പം അത് പിന്നെ സാറ് പറഞ്ഞു ദോശ മതിയെന്ന്. എല്ലാവർക്കും ഓരോ കൂട്ടം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ, ഒരു കൂട്ടം പോരെ എന്ന് പറയുമ്പോഴേക്കും ഇത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ബാലേന്ദ്രൻ ഇറങ്ങി വരുന്നത്. അതെ, ഇതെൻ്റെ വീടാ, ഇവിടെ സ്ത്രീ നിയമിച്ചതും ഞാനാ.
ഞാൻ പറയേണ്ടതാണ് ഇവളെ കേൾക്കേണ്ടത്, അല്ലാതെ നീ പറയുന്നതല്ല. മനസ്സിലായോ? ആരും എന്നെ ഭരിക്കാൻ വരണ്ട, ഇത് എൻ്റെ വീടാ എന്ന് പറയുന്നുണ്ട്. മനു, നീ എപ്പോൾ വന്നടാ എന്ന് ചോദിക്കുമ്പോൾ കുറച്ചേറെ ഞങ്ങളെ എന്ന് പറയുന്നുണ്ട്. എന്നാൽ നീ ഇരുന്ന് ആഹാരം കഴിക്ക് എന്നും പറഞ്ഞ് അവനെ കൂടി ഇരുത്തുമ്പം വേണ്ടങ്ങളെ വീട്ടിലേക്ക് പോവാം, അവിടെ പോയി കഴിച്ചോളാം, നീ ഇവിടെ ഇരിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കഴിക്കാനെടുക്കുകയാണ് കേട്ടോ. വൈജ ഒന്നും മിണ്ടാതെ അവിടെ പോയി ഇരുന്ന് ചപ്പാത്തി എടുത്ത് കഴിക്കുന്നുണ്ട്. ശരിക്കും കാണിച്ചത് ഒരു അഹങ്കാരം തന്നെ ആയിരുന്നല്ലോ. കൃഷ്ണയും ബബിയും രോഹിയും അവിടെ ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. ഇതിനിടയിൽ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അലീന ചേച്ചി എന്നറിയാതെ ബബിത വിളിക്കുകയാണ് കേട്ടോ. അലീന ചേച്ചി ഇച്ചിരി കറിയും കഴിച്ച് എന്ന് പറയാണ്. അവൾ ഓർക്കാപ്പുറത്ത് പണ്ടത്തെ ഒരു ഓർമ്മയ്ക്ക് പറഞ്ഞാണ് കേട്ടോ. ഇത് കേട്ടതും നമ്മുടെ ഭദ്രകാളിയെപ്പോലെ മുഖമൊക്കെ ചുമന്നു കൊടുക്കുകയാണ് വൈജയുടെ. അയ്യോ സോറി ചേച്ചി, ആ കറിയാന്നേ എന്ന് പറയുന്നു കേട്ടോ. ആ സെർവൻ്റ് കറി കൊടുക്കുകയാണ്. ഈ സമയത്ത് കറിയും കൊടുത്തിട്ട് അവരകത്തേക്ക് പോകുമ്പോഴേക്കും കൃഷ്ണ പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാനും അങ്ങനെ അഭിനയിച്ച് അറിയാതെ അലീന ചേച്ചി എന്ന് വിളിച്ചു പോവും. സ്കൂളിൽ നിന്ന് വന്ന പാടെയാ മിക്കവാറും അലീന ചേച്ചി എന്ന് വിളിച്ചുകൊണ്ടല്ലേ കയറി വന്നുകൊണ്ടിരുന്നത്. ചായ എന്നും പറഞ്ഞുകൊണ്ട് അതില്ലതായിപ്പം വല്ലാത്ത വിഷമം എന്ന് പറയുമ്പോഴേക്കും വൈജ ആ പ്ലേറ്റ് ടേബിളിലോട്ട് അടിച്ചിട്ട് എങ്കിൽ എഴുന്നിട്ട് പോടി, അവളുടെ പുറകെ പോ, അവളുടെ വീട്ടിലോട്ട് പോ, നിനക്കൊക്കെ അതല്ലേ വേണ്ടത് എന്ന് പറയാണ്. അമ്മേ, ഞങ്ങൾ അറിയാതെ പറഞ്ഞു പോയതാ, സോറി അമ്മ, ഇനി അതേ പിടിച്ച് കയറണ്ട. അപ്പോഴേക്കും വൈജ ദേഷ്യപ്പെട്ട് കയറിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ബാലൻ പറയാണ്, മനു, ഞാൻ എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലകയും കണ്ട ഇവിടെ നിൽക്കുന്നത്. എനിക്കറിയില്ല, ഞാൻ ഏത് നിമിഷവും പൊട്ടിത്തെറിച്ച് പോകും. അലീനെ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ കൺട്രോളിൽ നിൽക്കാം. ഏത് നിമിഷവും ഞാൻ അതെല്ലാം അങ്ങ് മറക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സുഖമായിരിക്കും എന്ന് പറയുമ്പോൾ വേണ്ടങ്ങളെ ആൻറ്റി എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ, അതും കണ്ട് അങ്കിൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അലീനയ്ക്കത് വിഷമാവും. അലീന വാക്ക് പറഞ്ഞിട്ടല്ലേ പോയത്, ഒരു പ്രശ്നം വഴക്കും ഒന്നും ഉണ്ടാക്കരുതെന്ന്, അത് നമ്മൾ അനുസരിക്കണ്ടേ എന്ന് പറയുമ്പോൾ ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇവൾ ഇത്രയൊക്കെ കാണിച്ചിട്ടും ഞാനൊന്നും മിണ്ടാതിരിക്കുന്നത്. പക്ഷേ അത് കണ്ടിപ്പോൾ അവൾക്കത് ലാക്കായി. ഞാനൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൾ എന്ത് തോന്നിവാസം കാണിക്കാം എന്ന രീതിയായടാ. അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറയുമ്പം അതിനൊക്കെ പരിഹാരം ഞാൻ ഉണ്ടായിക്കോളാം, അങ്കിൾ വിഷമിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ബാക്കി ആഹാരം കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനു യാത്രയൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. ബാലൻ്റെ ആകെപ്പാട് സമാധാനം എല്ലാം പോയി കേട്ടോ. അലീനുണ്ടായിരുന്നപ്പോൾ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാം ഒന്ന് സോൾവായി വന്നതായിരുന്നല്ലോ. അങ്ങനെ ബാലിന് വീണ്ടും വല്ലാത്ത ടെൻഷനൊക്കെ ആവുന്നുണ്ട്. വൈകുന്നേരം കൃഷ്ണമ്മള മുറിയിലേക്ക് വന്നിട്ട് ടാബ്ലറ്റ് ഒക്കെ എടുത്ത് കൊടുക്കുകയാണ്. എന്താച്ചാ അച്ഛന് വയ്യേ എന്ന് ചോദിക്കുമ്പം എന്തോ ഒരു തളർച്ച പോലെ. അച്ഛന് ഹോസ്പിറ്റലിലേക്ക് പോകണോ എന്ന് ചോദിക്കുമ്പം വേണ്ട മോളെ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ബാലൻ ചെറുതായിട്ടൊന്ന് കുഴഞ്ഞു വീഴുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട് കൃഷ്ണമ്മള് അവിടെ കിടന്ന് കാറി പോയി വിളിക്കുകയാണ്. രോഹിയേട്ടാ ഓടി വാ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട്. രോഹിത്തും ബബിതയൊക്കെ കൂടി ഓടി ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴേക്കും വൈജയും കൂടി അങ്ങോട്ടേക്ക് കയറി ചെല്ലുകയാണ്. അച്ഛൻ കുഴഞ്ഞു വീഴുന്ന കണ്ട് മൂന്ന് പിള്ളേരും കൂടി കൂടിയിട്ട് അച്ഛ അച്ഛ എഴുന്നേക്കെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ബാലൻ എഴുന്നേക്കുന്നില്ല. പെട്ടെന്ന് അവിടെ നിന്നുകൊണ്ട് നമ്മുടെ കൃഷ്ണമോളാണെങ്കിൽ വെള്ളമെടുത്ത് തളിച്ച് ഉണത്തുകയാണ് കേട്ടോ. ഉണത്തുമ്പോഴേക്കും ബാലന് എന്നിട്ടും ഒരു ഇതായിട്ട് നിൽക്കുന്നില്ല കേട്ടോ. കുഴഞ്ഞു വീണ് പോവാണ്. രോഹിയേട്ടാ വണ്ടി എടുക്ക്, നമുക്ക് അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബബിതയും കൃഷ്ണയും അതുപോലെ രോഹിയും കൂടിയിട്ട് പെട്ടെന്ന് തന്നെ ബാലൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പിടിച്ചുകൊണ്ട് പോവാണേ. ഇതെല്ലാം കണ്ടുകൊണ്ട് വൈജയോടെ നിൽക്കുന്നുണ്ട്. വൈജയുടെ മനസ്സിൽ അപ്പോഴും വാശിയാണ്. ആ മുറിയിലേക്ക് കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ആ മുറിയിലേക്ക് കയറാതിരുന്നത്. എൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് ഒരുത്തി വരണ്ടായെന്ന് അന്ന് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോലും പോകാത്തത്. എന്തൊരു മനസ്സല്ലേ. അങ്ങനെ വൈജ അവിടെ നിൽക്കാതിരിക്കും വാതൊക്കെ തന്നെ. ഇവർ 3 പേരും കൂടി പിടിച്ചുകൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനിങ്ങനെ വണ്ടി കയറ്റുകയാണ്. അമ്മ വരുന്നില്ല എന്ന് ചോദിക്കുമ്പം വൈജ ഒന്നും മിണ്ടാതെ നിൽക്കാണ്. കഷ്ടം തന്നെ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോള് ബാലേന്ദ്രനെ അകത്തേക്ക് കയറ്റിയിട്ട് അവളും കയറി ഇരിക്കുന്നുണ്ട്. രോഹി പെട്ടെന്ന് തന്നെ കാറോടിച്ച് സിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ലാണ്. ഡോക്ടർ ശർമ്മയും കൂടി അവർ വിളിക്കുമ്പോൾ ശർമ്മ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലേന്ദ്രനെ ഐസിയിലേക്ക് പെട്ടെന്ന് കയറ്റുകയാണ്. 3 കുട്ടികളും സുഖയിൽ അവർ വിഷമിച്ച് വാതൊക്കെ ഇരിക്കുകയായിരിക്കും കേട്ടോ. 3 പേരും കരയുന്നുണ്ട്. കൃഷ്ണ പറയാണ്, അമ്മ എന്തൊരു സാധന, ഇത്രയും അച്ഛനെ കൂടുതലായിട്ട് അമ്മ ഇന്ന് കയറി വന്നോ നോക്കിയേ, എന്തൊരു മനസ്സാ അമ്മയുടെ. അപ്പോൾ നമ്മുടെ ബബിത പറയുന്നുണ്ട്,
മുറി കയറരുത്, ഹോസ്പിറ്റലിലേക്ക് വരരുതെന്നൊക്കെ അമ്മച്ചൻ പറഞ്ഞിരുന്നല്ലോ. അത് മനസ്സിൽ വെച്ചോണ്ടായിരിക്കും അമ്മ ഇപ്പം ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് പറയുന്നുണ്ട്. എങ്കിലും വല്ലാത്ത കഷ്ടം തന്നെ. സ്വന്തം ഭർത്താവല്ലേ ഇങ്ങനെ കുഴഞ്ഞു വീഴുന്നത് കാണുമ്പം ഏതൊരു ഭാര്യയ്ക്ക് അത് സഹിക്കാനാവുക? ആരോ ഒന്ന് കാണാനെങ്കിലും വരാതിരിക്കുക എന്നൊക്കെ കൃഷ്ണയും ബബിതയും രോഹിയും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഡോക്ടർ ശർമ്മ ഇറങ്ങി വരുന്നുണ്ട്. അല്ല, അമ്മ വന്നില്ലേ? അത് പിന്നെ അമ്മയ്ക്ക് നല്ല സുഖമില്ല, അമ്മ കിടക്കുക, അതുകൊണ്ടാണ് വരാതിരുന്നത്. ആണോ? വേറെ കുഴപ്പമൊന്നുമില്ല, BP കൂടിപ്പോയതാ, അതുകൊണ്ടാ. നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. അച്ഛന് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും പറയരുത്. അച്ഛന് ഒരു പ്രശ്നം ഉണ്ടാവരുത്. 2 അറ്റാക്ക് കഴിഞ്ഞ ആളാണെന്ന് നിങ്ങൾക്കറിയാലോ. നിങ്ങളുടെ അമ്മയോടും അതൊന്ന് പറഞ്ഞു വെക്കണം. ഒരു പ്രശ്നങ്ങളോ വീട്ടിലൊരു പ്രശ്നങ്ങളോ ഒന്നും അച്ഛനെ അറിയിക്കരുത്. അറിയിച്ചാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് മാറും. 3ാമത് അറ്റാക്ക് കൂടി താങ്ങാനുള്ള കപ്പാസിറ്റി ആ ഹൃദയത്തിനില്ല. മനസ്സിലായല്ലോ? ഇന്നിവിടെ ഒബ്സർവേഷനിൽ കിടക്കട്ടെ, നാളെ രാവിലെ പറഞ്ഞയക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. 3 പേരും പോയി കയറി കണ്ടോ, കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ട് പോവാണ് കേട്ടോ. രോഹിയും ബബിയും കൃഷ്ണയും കൂടിയിട്ട് അകത്തേക്ക് കയറുമ്പോൾ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അറിഞ്ഞില്ലേ മക്കളെ, പ്രഷർ കൂടിപ്പോയതാ, അത് സാരമില്ല എന്ന് പറയുമ്പോഴേക്കും കൃഷ്ണമോളെ കയ്യെ പിടിച്ച് കരയുന്നുണ്ട്. ബബിയും രോഹിത്തും കരയാണ് കേട്ടോ. അജയ്, നിങ്ങൾ എന്തിനാ കരയുന്നത്? എനിക്കൊരു കുഴപ്പമില്ല അച്ഛാ, ഡോക്ടർ പറഞ്ഞു ഇനി അറ്റാക്ക് കൂടി ഉണ്ടാകാൻ പാടില്ലെന്ന്. ഞങ്ങൾക്ക് പേടിയാച്ചാ, അമ്മയുടെ സ്വഭാവം കണ്ട ഏത് നിമിഷവും അച്ഛന് പ്രഷർ കയറും. ഇപ്പം തന്നെ അതുകൊണ്ടല്ലേ അച്ഛന് ഈ പ്രഷറൊക്കെ കയറുന്നത്. ഞങ്ങൾക്ക് പേടിയാച്ചാ എന്ന് പറയുമ്പം, ഇല്ലടാ, ഒന്നും സംഭവിക്കില്ല, നിങ്ങളിട്ടിട്ട് അച്ഛൻ എവിടെ പോകാനാ, നിങ്ങൾക്ക് വേണ്ടിയല്ലേ അച്ഛനെ ജീവിക്കുന്നത് പോലും എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണയും രോഹിത്തും ബബിയും വെളുക്കുവോളം അച്ഛനെ നോക്കി ഇരിക്കുകയാണ്. അങ്ങനെ രാവിലെ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴായിരിക്കും അലീന കൃഷ്ണമോളുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. മോളെ എവിടെയാന്ന് ചോദിക്കുമ്പം, ചേച്ചി ഞങ്ങൾ ഹോസ്പിറ്റലാണ് എന്ന് പറയുന്നുണ്ട്. അയ്യോ, എന്തു പറ്റിയെന്ന് പറയുമ്പം ഇന്നലെ നടന്ന സംഭവങ്ങളെല്ലാം അലീനയോട് പറയാം കേട്ടോ. അച്ഛൻ പ്രശ്നം കൂടി ഹോസ്പിറ്റലാണ്, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പം അമ്മ ഒരു നിലയ്ക്കൊന്നും പോവില്ല അല്ലേ? എത്ര പറഞ്ഞാലും ആരോഗ്യമൊന്നും മനസ്സിലാവില്ല അല്ലേ? ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അച്ഛന് കുഴപ്പമൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പം, ഇല്ല അലിന ചേച്ചി, അച്ഛന് കുഴപ്പമൊന്നുമില്ല, രാവിലെ ഡിസ്ചാർജ് ആവും, ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോവാ എന്ന് പറയുന്നുണ്ട്. എങ്കിലും മേഡം ഒന്ന് കാണാൻ പോലും വന്നില്ല അല്ലേ? കൂടെ പോലും വന്നില്ലല്ലോ. ഇല്ല, വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വിഷമിക്കണ്ട, പോയിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും വേണ്ട, അച്ഛന് നല്ല റെസ്റ്റ് വേണം, അതുകൊണ്ട് നിങ്ങൾ അച്ഛനെയും കൂട്ടി പോയിക്കോ എന്ന് പറയാണ്. അങ്ങനെ അലീന വൈദ്യരുടെ ഫോണിലേക്ക് വിളിക്കുകയാണേ. അലീനയുടെ നമ്പർ അവളുടെ ഇല്ല. പരിചയത്തെ നമ്പർ കണ്ടിട്ട് ഇതാരായിരിക്കാം എന്നും ആലോചിച്ചുകൊണ്ട് വൈദ്യ ഫോൺ എടുക്കുകയാണ്. ഹലോ എന്ന് വെക്കുമ്പോഴേക്കും വൈദ്യ ഹലോ ആരാന്ന് ചോദിക്കുകയാണ്. ഞാൻ അലീനയാന്ന് പറയുമ്പോൾ, നീ എന്തിനാടി എൻ്റെ ഫോണിലേക്ക് വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനാ വിളിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലേ എന്ന് ചോദിക്കുമ്പം, നീ എന്താടി പറഞ്ഞേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ എന്താ പറഞ്ഞതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ വന്ന സംഭവങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു, അതുകൊണ്ടാണല്ലോ അച്ഛന് BP ഷൂട്ടപ്പായത്. ഇനി ഒരു അറ്റാക്ക് കൂടി താങ്ങാനുള്ള കപ്പാസിറ്റി ആ ഹൃദയത്തിനില്ലെന്ന് ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ? അത്രയും സുഖമില്ലാതെ ഭർത്താവിനെ കൊണ്ട് പോകുന്ന കണ്ടിട്ട് അവിടെ അനങ്ങാതെ നിന്നവരല്ല നിങ്ങൾ എന്തൊരു സ്ത്രീയാ നിങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊക്കെ പറയാൻ നീ ആരാടി? എൻ്റെ ഭർത്താവിനെ കൊണ്ട് പോകാൻ വേണ്ടി തീരുമാനിക്കേണ്ടത് ഞാനാ, അല്ല നീയല്ല. അതെ, അതെൻ്റെ സ്വന്തം അച്ഛനാ. അച്ഛനെ പോലെയാ ഞാൻ കരുതുന്നത്. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ആരെ വെറുതെ വിടില്ല എന്നല്ലിനെ പറയുമ്പം, നീ എന്ത് ചെയ്യവടി? അയാൾ അതിൻ്റെ സ്വന്തം തന്തയൊന്നുമല്ലല്ലോ. ഇവിടെ വന്ന് കയറി വേലക്കാരില്ലേ നീ? തന്തയും മോളും വന്ന് പറഞ്ഞ് എല്ലാവരും പറ്റിക്കല്ലായിരുന്നോ? ഇനി അങ്ങനെ പറഞ്ഞ് പറ്റിക്കാന്ന് നീ കരുതണ്ടടി എന്ന് പറയുന്നുണ്ട്. എങ്കിലും നിങ്ങളുടെ അപാര മനസ്സാ. 2 അറ്റാക്ക് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങൾ നിങ്ങളുടെ ദേഷ്യവും ശൗര്യവും ഒക്കെ അടക്കി വെച്ച് അയാളെ സ്നേഹിക്കാൻ തയ്യാറാവുന്നില്ലല്ലോ. അത് മാത്രമല്ല, അത്രയും കൂടുതലായി കൊണ്ടുപോയിട്ട് പോലും ഒന്ന് കൂടെ ചെല്ലാനെങ്കിലും നിങ്ങൾ തയ്യാറായോ? നിങ്ങളുടെ വാശി വൈരാഗ്യം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാണ്. ഞാൻ ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമോടി? ഞാൻ ഇനിയും എല്ലാവരോടും ഇങ്ങനെ തന്നെയായിരിക്കും. ബാലേന്ദ്രന് എന്നെക്കാളും കാര്യം നിന്നെയായിരുന്നല്ലോ, അതൊരിക്കലും ഞാൻ മറക്കില്ല. അതുകൊണ്ടാടി ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. നീ എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നീ ചെയ്തോ എന്ന് പറയുമ്പം, എന്താ ചെയ്യാൻ പോണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനൊക്കെ നിങ്ങൾ തീരുമാനമെങ്കിലേ ആഗ്രയിലെ കഥകളൊക്കെ ഞാനങ്ങ് പാട്ടാക്കും എന്ന് പറയുമ്പോൾ വൈദ്യം മിണ്ടാതിരിക്കാൻ കേട്ടോ. ഒരു നിമിഷം അവളൊന്ന് ഷോക്കായി. എന്താ മറുപടി ഒന്നും പറയുന്നില്ലേ? മറുപടി പറയാൻ വാക്ക് മുട്ടിപ്പോയോ എന്ന് ചോദിക്കാണ്. 23 വർഷം മുമ്പ് സ്റ്റാൻലി ജോസഫ് എന്ന ആളുടെ കൂടെ അവിടെ ജീവിച്ചായിരുന്നല്ലോ.
ആ കഥകളൊക്കെ നിങ്ങളങ്ങ് മറന്നുപോയോ? മറന്നുപോയെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം. അതിൽ നിങ്ങൾ ഒരു കുഞ്ഞിനെ കൂടി പ്രസവിച്ചായിരുന്നു. ആ കഥ മറന്നുപോയോ എന്ന് ചോദിക്കാണ്. മറന്നുപോയെങ്കിൽ ഞാൻ നിങ്ങളുടെ ഭർത്താവിനോടും മക്കളോടും എല്ലാം പറഞ്ഞു കൊടുത്തെന്ന് ഓർമ്മിപ്പിച്ചേക്കാം. അപ്പോൾ നിങ്ങളുടെ ശൗര്യവും അഹങ്കാരമൊക്കെ അടങ്ങും. നിങ്ങളുടെ മുഖത്തേക്ക് നിങ്ങളുടെ മക്കൾ എന്നെ കാർക്കിച്ച് തുപ്പും. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ അടിച്ച് പുറത്താക്കും. ഈ സമൂഹത്തിലും ഈ നാട്ടുകാർ മുഴുവൻ അറിയും നിങ്ങളൊന്ന് പിഴച്ചു പറ്റതാണെന്ന്. അത് വേണോ എന്ന് ചോദിക്കാണ്. മിണ്ടാട്ടം മുട്ടിപ്പോയ അവസ്ഥയിൽ വൈജ അവിടെ നിൽക്കായിരിക്കും കേട്ടോ. എന്താ നിങ്ങൾക്കിപ്പം തിരിച്ച് ചിലക്കണ്ടേ? വൈജ, നമ്മുടെ അലീന ശരിക്കും നല്ല കലിപ്പിലാണ് കേട്ടോ. ബാലേന്ദ്രന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന് അറിഞ്ഞപ്പം അലീന ശരിക്കും അവളുടെ സകല കൺട്രോളുകളും പോയിട്ടോ. അവളുടെ സകല ഇതും പോയിട്ടാണ് അവൾ ദേഷ്യപ്പെടുന്നത്. ഒന്നും വേണ്ട, ഒന്നും പറയണ്ടെന്ന് കരുതി അടങ്ങി ഒതുങ്ങി ഞാൻ നിൽക്കുക. നിങ്ങൾ ഇത്രയൊക്കെ എന്നെ ദ്രോഹിച്ചിട്ടും അതൊന്നും ആരും അറിയിക്കാതിരുന്നത് എൻ്റെ നല്ല മനസ്സുകൊണ്ടാ. നിങ്ങളുടെ ജീവൻ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാ. അല്ലെങ്കിൽ നിങ്ങളോട് കാണിച്ച ക്രൂരതയ്ക്കൊക്കെ എന്നേ ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുത്തതിന് നിങ്ങളുടെ ഈ നാറിയ കഥകളൊക്കെ എന്നാലും ഞാൻ പറയുന്നത് കേട്ടോ. ഇനിയും നിങ്ങൾ ആ വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കാനോ അടിയുണ്ടാക്കാനോ അച്ഛന് സമാധാനം കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്താലേ ആ നിമിഷം തന്നെ ഈ കാര്യങ്ങൾ എല്ലാവരോടും ഞാൻ വിളിച്ചു പറയും. വിളിച്ചു പോയി ഞാൻ പറയും അത് വേണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. വൈജ ഒന്നും മിണ്ടുന്നില്ല. ഹലോ, ഞാൻ പറഞ്ഞില്ല കേൾക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ വൈജ മൂളുന്നുണ്ട്. ഇനി എന്നെക്കൊണ്ട് വിളിപ്പിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്. ഞാൻ എത്ര ദൂരത്താണെങ്കിലും ഞാൻ ഇവിടെയാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. കുട്ടികൾ എന്നെ വിളിച്ചിട്ട് എല്ലാ കഥയും പറയുന്നുണ്ട്. അച്ഛൻ ഹോസ്പിറ്റലാണെന്ന് ഞാനിപ്പോൾ അറിഞ്ഞു. ഇനി എൻ്റെ അച്ഛന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ വെറുതെ വിടില്ല, അത് ഓർമ്മ വേണം എന്നും പറഞ്ഞുകൊണ്ട് വൈജയ്ക്ക് നല്ലൊരു ഭീഷണി കൂടി നമ്മുടെ അലീനെ കൊടുക്കുകയാണ് കേട്ടോ. അത് കേട്ടപാടെ വൈജ ഒന്ന് പേടിക്കുന്നുണ്ട്. ആദ്യം പേടിച്ചില്ലെങ്കിലും ഇപ്പോൾ വൈജ ശരിക്കും പേടിച്ചിട്ടോ. കാരണം അച്ഛൻ ഇത്രയും വൈകുന്നറിഞ്ഞപ്പോൾ അലീന ഇത്രയ്ക്കൊക്കെ ചൂടായല്ലോ. ആദ്യമായിട്ടാണ് അലീനയുടെ വായിൽ നിന്നും ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈജ ശരിക്കൊന്ന് പേടിക്കുന്നുണ്ടേ. അങ്ങനെ വൈജ ഒരു തെല്ലും പൊടിക്ക് ഒന്ന് ഒതുങ്ങുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രനെയും കൂട്ടിക്കണ്ട് മക്കളെ 3 പേരും ഹോസ്പിറ്റലിൽ നിന്നും രാവിലെ തിരികെ വരുന്നുണ്ട്. വന്ന് വണ്ടി നിർത്തി ബാലേന്ദ്രനെ കൊണ്ട് ഇറങ്ങുമ്പോൾ നോക്കുമ്പോൾ വൈജ കൂളായിരുന്ന് പത്രമൊക്കെ വെച്ച് ചായ കുടിക്കുകയാണ് കേട്ടോ. ബാലനെ കണ്ടപാടെ അവൾ ചായ അങ്ങോട്ടേക്ക് വെച്ച് പത്രവും മടക്കി വെച്ച് കസേരയിൽ നിന്നും എഴുന്നേൽക്കുന്നുണ്ട്. ഇവർ ബാലനെ പിടിച്ചുകൊണ്ട് കയറുമ്പോൾ വേണ്ട മക്കളെ ഞാൻ തന്നെ കയറിക്കൊള്ളാന്ന് പറയാണ്. ബാലേന്ദ്ര ഞാൻ പിടിക്കാമെന്ന് പറയുമ്പോൾ ബാലൻ വൈജയെ രൂക്ഷമായി നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അകത്തേക്ക് കയറി പോവാണ്. നമ്മൾ കൃഷ്ണ പറയുന്നുണ്ട്, എങ്കിലും വല്ലാത്തൊരു മനസ്സാ. അമ്മയുടെ സ്വന്തം ഭർത്താവല്ലേ അത്? 23 വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചവരല്ലേ? ഈ ഒരു അവസ്ഥയിൽ അച്ഛനെ കൊണ്ട് പോണത് കണ്ടിട്ട് ഒന്ന് നോക്കാനെങ്കിലും അമ്മ തയ്യാറായോ? വല്ലാത്തൊരു മനസ്സ് തന്നെ. പുറകുന്നുണ്ട് വൈജയ പറയുന്നുണ്ട്, കൃഷ്ണ പറഞ്ഞത് 100% ശരിയാ. ഇങ്ങനത്തെ ഒരാളെ ഞങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സ്വന്തം ഭർത്താവല്ലേ അത്? ഒന്ന് കൂടെ കയറി വരാനെങ്കിലും നിങ്ങൾക്ക് തോന്നിയോ? രാത്രിയിൽ അത്രയും നേരം അച്ഛൻ എന്താ സംഭവിച്ചെന്നെങ്കിലും നിങ്ങൾ വിളിച്ചു ചോദിച്ചോ? വല്ലാത്തൊരു മനസ്സ് തന്നെ. അച്ഛനെ ഐസ് കൊണ്ടുപോയി അത്രയും കൂടുതൽ കൊണ്ടുപോയിട്ട് അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചോ? അച്ഛൻ അറ്റാക്കായിരുന്നോ? ICUലാണോ? എന്തെങ്കിലും നിങ്ങളൊന്ന് അന്വേഷിക്കുകയെങ്കിലും ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ ഒരു ഭാര്യയാണോ ഒരമ്മയാണെന്ന് ചോദിച്ചുകൊണ്ട് ബബിതി അകത്തോട്ട് കയറിപ്പോവാണ്. രോഹിത് പിന്നെ ഒന്നും പറയാതെ അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് കേട്ടോ. വൈജയ്ക്കും താൻ ചെയ്തത് മോശമായിപ്പോയെന്ന് തോന്നുന്നുണ്ട്. ഹോസ്പിറ്റലായിട്ട് പോലും ഒന്ന് വിളിച്ചന്വേഷിച്ചു പോലും ഇല്ല. അതിലൊക്കെ നല്ല കുറ്റബോധം തോന്നുന്നുണ്ട് കേട്ടോ. അകത്തേക്ക് കയറിയിട്ട് ബാലേന്ദ്രനെ കൊണ്ടേ മക്കളെ കൊണ്ടേ മുറിയിൽ കിടത്തുകയാണേ. മുറിയുടെ വാതിക്കൽ വന്ന് വൈജ നിൽക്കുന്നുണ്ട്. കൃഷ്ണമോളാണെങ്കിൽ അച്ഛാ ഞങ്ങൾ പോയി കഞ്ഞി എടുത്തോണ്ട് വരാം, ഗുളികയൊക്കെ കഴിച്ചതല്ലേ, കുറേ മരുന്നും പോയതല്ലേ, കഞ്ഞി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവർ താഴേക്ക് പോകുമ്പം വൈജ മുറിയിലേക്ക് കയറാൻ ഭാവിക്കുകയാണ്. വേണ്ട, ആ കാലെടുത്ത് ഈ മുറിക്കകത്തോട്ട് കയറല്. നിന്നെപ്പോലെ നശിച്ച വൃത്തിക്ക് കയറിയാൽ ഈ ഇവിടെ തന്നെ ഞാൻ സമാധിയായി പോവും എന്ന് പറയുന്നുണ്ട്. ബാലേന്ദ്ര, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്നെ മുറിയിലേക്ക് അടുപ്പിക്കുകയില്ല, എന്നെ കൂടെ കൊണ്ടുപോയില്ല, എന്നോട് സംസാരിക്കുകയില്ല. പിന്നെ എൻ്റെ ഭാഗത്ത് തെറ്റെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. നീ ചെയ്ത തെറ്റുകളൊന്നും എന്നെക്കൊണ്ട് പറയിക്കണ്ട, മര്യാദയ്ക്ക് എന്നെ മുറിവിട്ട് ഇറങ്ങിപ്പോ എന്ന് പറയുമ്പോഴേക്കും വൈജി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. കൃഷ്ണയും ബബിനിയും കൂടെ പോയിട്ട് കഞ്ഞി എടുത്ത് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവന്ന് അത് ബാലിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ല, അലീനെ വിളിച്ചോ? വിളിച്ചിരുന്നു. അലീന ചേച്ചി വിളിച്ച് രാവിലെ ചേച്ചിനെ വിളിച്ചപ്പോൾ ഞാൻ കാര്യമെല്ലാം പറഞ്ഞിരുന്നു. അത് വേണ്ട, അവിടെ നിന്ന് അവൾ ഓടിപ്പടച്ചിങ്ങ് പോരും. പറയാതിരിക്കാൻ പറ്റുമോ അച്ഛാ? ചേച്ചി അച്ഛനോട് അതുപോലെ സ്നേഹമുള്ളതല്ലേ? പറയാതിരുന്ന ശരിയാവില്ലെന്ന് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്.
അതൊന്നും വേണ്ടായിരുന്നു, പാവം ഇപ്പോൾ തന്നെ അലറി പിടിച്ച് ഓടിപ്പടിച്ച് വരും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഒരു കഞ്ഞിയൊക്കെ വാരി കൊടുക്കുന്നുണ്ട്. അച്ഛൻ റെസ്റ്റ് എടുത്തോ എന്ന് പറയാണ്. അപ്പോഴേക്കും ഗോവർദ്ധൻ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴേ എന്നെ വിളിക്കണ്ടല്ലായിരുന്നു മക്കളെ, പിന്നെ എന്താ വിളിക്കാഞ്ഞേ എന്ന് ചോദിക്കുമ്പം സാരില്ല ഞങ്ങൾ 3 പേരും ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഡോക്ടറങ്ങളും ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല, പ്രഷർ ഷൂട്ടപ്പായെന്ന് പറഞ്ഞുകൊണ്ടാ ഞങ്ങൾ ആരെയും വിളിക്കായിരുന്നത്, അല്ലെങ്കിൽ വിളിച്ചേനെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗോവർദ്ധൻ ബാലന്റെ മുറിലേക്ക് ചെല്ലുന്നുണ്ട്. എന്തു പറ്റി ബാലട്ട എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല, ചെറുതായിട്ട് പ്രഷർ ഒന്ന് കൂടിയതാ, അതൊന്നും സാരമാക്കണമെന്നേ, മക്കളെ പേടിച്ചു പോയി. എങ്കിലും എന്നെ ഒന്നും വിളിക്കത്തില്ലായിരുന്നോ? ഒറ്റയ്ക്ക് എങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ? ആരും ഇല്ലാത്ത ആളൊന്നും അല്ലല്ലോ ബാലേട്ടൻ. എൻ്റെ 3 മക്കളില്ലടാ എൻ്റെ കൂടെ. അലീന അവരെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചാ പോയത്. പണ്ട് ഇവിടുന്നും ഇങ്ങനെയല്ലായിരുന്നു. എനിക്ക് 2ാം അറ്റാക്ക് വന്നപ്പോഴേ എൻ്റെ മോള് ബബിത എന്നെ തിരിഞ്ഞു നോക്കുകയൊന്നും ചെയ്തിട്ടില്ല. ആ സ്ഥാനത്ത് എന്നെ പൊക്കി പിടിച്ചുകൊണ്ട് പോകാനേ എൻ്റെ 3 മക്കളുണ്ടായിരുന്നു. പിന്നെ എന്ത് വേണോടാ എനിക്ക് എന്ന് ചോദിക്കാണ്. എങ്കിലും ബാലേട്ടൻ ഒന്ന് വിളിക്കായിരുന്നു. ഞാനെങ്കിൽ പോയി കടയൊക്കെ തുറക്കാല്ലേ? അതെ, നീ പോയിക്കോ, എല്ലാ കാര്യം നോയിക്കോ, 2 ദിവസം റെസ്റ്റ് എടുക്കണമെന്നാ പറഞ്ഞത്. തീരെ വയ്യ, നല്ല ക്ഷീണം. എന്നാൽ ശരി ബാലട്ടാ, കിടന്ന് റെസ്റ്റ് എടുത്തോ, ഞാൻ പോവാ എന്നും പറഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. വൈജി കിടന്ന് കാപ്പ് കുടിക്കായിരിക്കും. കൃഷ്ണൻ ബാബുജി രോഹിയൊക്കെ അങ്ങങ്ങാട്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അവരെ ഗോവർദ്ധൻ വിളിക്കാണ്. അച്ഛന് മനസ്സിന് ഒരു പ്രയാസം ഉണ്ടാക്കരുത്, 2 അറ്റാക്ക് കഴിഞ്ഞ ആളാണെന്ന് അറിയാമല്ലോ, അതെല്ലാം ഓർത്തു വേണം നിങ്ങളെല്ലാം പെരുമാറാനായിട്ട്. പിന്നെ അദ്ദേഹത്തിനിപ്പോൾ നല്ല റെസ്റ്റ് വേണം. ഓടി ഓടി ആ പാവം മടുത്തു. എന്നിട്ട് പോലും ആർക്കും ആ പാവത്തിനോട് യാതൊരു സ്നേഹം അനുകമ്പ ഒന്നുമില്ല. എന്തൊക്കെ തെറ്റുകൾ അവർ ചെയ്തെന്ന് പോലും അവരൊക്കെ മറന്നുപോയി. എന്നിട്ടാ ആ പാവത്തിനോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് മുള്ളുമോനെ വെച്ച് വൈജയനെ പറഞ്ഞിട്ട് ഗോവർദ്ധനും അവിടെ നിന്നിറങ്ങി പോവാണ്. അയാളെന്താ അങ്ങനെയൊക്കെ പറഞ്ഞത്? മുള്ളും മോനെ വെച്ച് പറഞ്ഞ പോലെ തോന്നിയല്ലോ എന്നൊക്കെ വൈജി ആലോചിക്കുന്നുണ്ട്. കൃഷ്ണയും ബാബി രോഹിയാണെങ്കിലോ ആകെപ്പാടെ വിഷമത്തിലാണ് കേട്ടോ. എന്നിട്ടും വൈജി ഇപ്പോൾ ഒരു ഇച്ചിരിയൊക്കെ ഒതുങ്ങിയതുപോലെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് ചെറിയൊരു ആശ്വാസമൊക്കെ ആവുന്നുണ്ട്. എങ്കിലും അച്ഛനടുത്ത് പോയിട്ട് അച്ഛൻ കയറ്റിയില്ലല്ലോ, അതോർത്താണ് ബബിതയ്ക്ക് രോഹിത്തിന് സങ്കടം. അങ്ങനെ കയറ്റിയായിരുന്നെങ്കിൽ 2 പേരും തമ്മിലുള്ള പിണക്കമൊക്കെ മാറിയേനെ എന്നിവർ ആലോചിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ കൃഷ്ണമ്മക്ക് എല്ലാ കാലം അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന കൂടിയില്ല. അങ്ങനെ സർവൻ്റ് വന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട്. ഇവരെല്ലാം ഭക്ഷണം കഴിക്കാൻ പോയി ഇരിക്കുകയാണ്. എല്ലാവരും ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ രാത്രി കൃഷ്ണമ്മള് നേരെ റൂമിലേക്ക് പോവാണ്. കൂടെ തന്നെ രോഹിത്തും ബബിതയും ഉണ്ട് കേട്ടോ. അച്ഛൻ്റെ മുറിലേക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തെങ്കിലും വേണം ചോദിക്കുമ്പം ഒന്നും വേണ്ട മക്കളെ എന്ന് പറയാണ്. അങ്ങനെ മരുന്ന് ഗുളികയെല്ലാം അച്ഛനടുത്ത് കൊടുത്തിട്ട് നമ്മുടെ കൃഷ്ണ പറയാണ്, അച്ഛ ഞാനിന്ന് ഇവിടെ കിടന്നോളാം. എന്തിന്? അതൊന്നും വേണ്ട, ഞാൻ കിടന്നോളാം മോളെ, മോള് പോയിക്കോ, മോള് പേടിക്കണ്ട. ഇല്ലച്ചാ എനിക്ക് പേടിയാ. അപ്പോഴേക്ക് രോഹി പറയുന്നുണ്ട്, കൃഷ്ണയും ബബിന് നിങ്ങൾ പോയിക്കോ, ഞാൻ കിടന്നോളാം അച്ഛൻ്റെ കൂടെ. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ബാലചന്ദ്രന് വളരെ സന്തോഷമാകുന്നുണ്ട്. ഇത്രയും കാലത്തിനിടയ്ക്ക് ഇവരാരും ഇങ്ങനെ പറഞ്ഞിട്ട് കൂടെ ഇല്ല കേട്ടോ. ഇവർക്കൊന്നും ഈ മാറ്റം കാണുമ്പം അവൻ അത്ഭുതം തോന്നുന്നുണ്ട്. പറഞ്ഞത് കേട്ടില്ലേ, നിങ്ങളെന്തിനും പോയിക്കോ, അച്ഛൻ്റെ കൂടെ ഞാൻ കിടന്നോളാം, അച്ഛനെ കുറഞ്ഞവരെ ഞാൻ ഇവിടെ തന്നെ കാണും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ബാലന് അങ്ങോട്ട് നീങ്ങി കിടക്കാൻ പറഞ്ഞിട്ട് രോഹിത്ത് ബാലൻ്റെ കൂടെ തന്നെ കിടക്കുകയാണേ. ഇവര് കുഞ്ഞുനാളിലായിരുന്നപ്പോൾ ഏകദേശം രോഹിത്തിന് ഒരു 3 വയസ്സ് വരെയൊക്കെ. അതിനുശേഷം ആദ്യമായിട്ടാണ് ബാലൻ്റെ കൂടെ ഇങ്ങനെ രോഹി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാലിന് ഒരുപാട് സന്തോഷമായി, രോഹിത്തിന് വലിയ സന്തോഷമാകുന്നു കേട്ടോ. ഈ കാര്യങ്ങളെ വിളിച്ച് അലീനയെ കൃഷ്ണമോൾ അറിയിക്കുന്നുണ്ട്. അലീനയ്ക്കും അത് വലിയ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ രോഹിയും ബാലനും കൂടി ആ മുറിയിൽ കിടക്കുകയാണേ. അപ്പോൾ രോഹി ഒരുപാട് കാര്യങ്ങളെല്ലാം ബാലനോട് കോളേജിലെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ബാലനും തൻ്റെ മനസ്സിലെ വിഷമങ്ങളും കാര്യങ്ങളെല്ലാം രോഹിയോട് കുറേയൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ മനസ്സിൻ്റെ ഭാരം കുറേയൊക്കെ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ വലിയൊരു ഒരു അലീനെ കാരണം അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിൽ അവിടെ കിടക്കായിരിക്കും. പക്ഷെ വൈജിക്ക് ഇതൊന്നും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അലീനെ പറഞ്ഞു കൊടുത്തിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എങ്കിലും അലീനയുടെ ആ ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ മുട്ടുമടക്കി കുറച്ചൊന്ന് ഒതുങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഇതുപോലെ വരാൻ വന്ന സ്റ്റോറീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ വളരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.